റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പ്രതിരോധ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവച്ചു. 26 റാഫേൽ യുദ്ധവിമാനങ്ങളാണ് കരാർ പ്രകാരം ഇന്ത്യയിലെത്തുക. 63,000 കോടിയിലധികം രൂപയുടെ കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി 26 റാഫേൽ വിമാനങ്ങൾ വാങ്ങുന്നതിന് 2025 ഏപ്രിൽ 19 സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകിയിരുന്നു. 22 സിംഗിൾ സീറ്റർ, 4 ട്വിൻ സീറ്റർ ജെറ്റുകൾ എന്നിവ വാങ്ങാനാണ് അനുമതി നൽകിയത്. ഫ്ലീറ്റ് അറ്റകുറ്റപ്പണി, ലോജിസ്റ്റിക്കൽ പിന്തുണ, വ്യക്തിപരമായ പരിശീലനം, തദ്ദേശീയ ഘടകങ്ങളുടെ നിർമ്മാണം എന്നിവയ്ക്കുള്ള സമഗ്രമായ സ്യൂട്ടും കരാറിന്റെ ഭാഗമായി ഉണ്ടാകും. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ഡൽഹിയിലെ നൌസേന ഭവനിൽ കരാർ സംബന്ധിച്ച ഔപചാരിക പ്രഖ്യാപന ചടങ്ങുണ്ടാകും. ഇന്ത്യയിലെ ഫ്രഞ്ച് അംബാസിഡറും ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളായ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നിവയുടെ ഭാഗമായിട്ടാകും നൂതന റാഫേൽ യുദ്ധവിമാനങ്ങൾ എത്തിച്ചേരുന്നത്. ഇതോടെ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുള്ള ഭീഷണികളെ ചെറുക്കാനുള്ള നാവികസേനയുടെ കരുത്ത് ഇതിലൂടെ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റാഫേൽ ആ ശ്രേണിയിലെ ഏറ്റവും ശേഷിയുള്ള യുദ്ധവിമാനങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിൽ ഫ്രഞ്ച് നാവികസേന മാത്രമാണ് റാഫേൽ ഉപയോഗിക്കുന്നത്. നേരത്തെ കരാർ ഒപ്പുവെക്കലിന് എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്ന ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലൊക്കോർനോ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇന്ത്യ സന്ദർശനം ഒഴിവാക്കിയിരുന്നു. ഇരു സർക്കാരുകളും തമ്മിലുള്ള കരാർ 2 മന്ത്രിമാരും വെർച്വലി ഒപ്പിടുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പിന്നീടൊരു ദിവസം ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ഇന്ത്യയിൽ എത്തിച്ചേരുമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. കരാർ ഒപ്പിട്ട ഏകദേശം 4 വർഷത്തിനുള്ളിൽ റാഫേൽ ജെറ്റുകൾ ഇന്ത്യയ്ക്ക് വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2029 അവസാനത്തോടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് വിമാനങ്ങൾ ലഭിച്ചു തുടങ്ങുമെന്നും 2031 മുഴുവൻ കരാർ പ്രകാരമുള്ള വിമാനങ്ങളുടെയും വിതരണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.